പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്, കിഞ്ചാനും പിഞ്ചാനും ഉണ്ടല്ലോ ആകെ വിഷമിച്ചിരിക്കാട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു അടിപൊളി വാട്ടർ സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. വീടിന്റെ മേലെ നേരെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നേരെ വെള്ളത്തിലോട്ട്. ഷിൻചാന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ചോട്ടാ ഭീം, പിന്നെ അതുമാതിരി തന്നെ മോട്ടു പറ്റ്ലു, ഓക്കി, അങ്ങനെ കുറച്ച് പേരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വന്നായിരുന്നു ഗൈസ്. അന്നത്തെ ദിവസം നമ്മുടെ കിഞ്ചാനും പിഞ്ചാനും സ്കൂളിൽ നിന്ന് ഫസ്റ്റ് അടിച്ചായിരുന്നു കേട്ടോ. ഇവര് സ്കൂളിൽ സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ വീട്ടിലിങ്ങനെ ആഴ്ചയിൽ എല്ലാവരും മാറി മാറി പോകും. എന്നിട്ട് ഏറ്റവും കൂടുതൽ അടിപൊളി വീട് ഏതാന്ന് പറഞ്ഞിട്ട് അവർക്ക് സമ്മാനം കൊടുക്കും. അപ്പൊ നമ്മുടെ ഷിൻചാനും പിഞ്ചാനൊക്കെ ഒരു അടിപൊളി സമ്മാനമൊക്കെ കിട്ടിയായിരുന്നു ഗൈസ്. സമ്മാനമൊക്കെ ഞാൻ കാണിച്ചത് വീടിന്റെ ഉള്ളിൽ നമ്മള് ഷോക്കേസിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഷിൻചാനൊക്കെ ആണെങ്കിൽ ആകെയോടെ വിഷമിച്ചൊക്കെ ഇരിക്കാണ് കേട്ടോ. നമുക്കൊന്ന് ഷിൻചാന്റെ അടുത്ത് പോയി നോക്കട്ടെ അവരെന്താ പറയണെന്ന്. എടാ പിഞ്ചാനെ ഷിൻചാനെ, നിങ്ങൾ എന്തിനാണ് കരയുന്നേ? എടാ നമുക്ക് ഒരു സ്ലൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ലൈഡ് പണിയും. നമ്മുടെ വീടായിരുന്നില്ല ഫ്രാങ്ക്ലിന്. എടാ നീ ഒന്ന് കരയല്ലടാ, നീ രാവിലെ തൊട്ട് തുടങ്ങിയ കരച്ചിലാണല്ലോ എന്റെ ഷിൻചാനെ. എടാ പിഞ്ചാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ നീ ഷിൻചാന്റെ അടുത്ത്. എടാ ഗൈസ്, ഇപ്പൊ ഇവരെന്തായാലും ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ പരിപാടി ഗൈസ് ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെന്തായാലും ഈ ഇടയിൽ ഫുള്ള് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എടാ നിങ്ങൾക്ക് മറ്റേ വണ്ടറിലേക്ക് പോകണ്ട? നിങ്ങൾക്ക് വണ്ടർലേ പോയല്ലോ. അപ്പൊ നിങ്ങൾ കുളിച്ച് റെഡിയായ? രാവിലെ തന്നെ റെഡി ആയതാണ് ഫ്രാങ്ക്ലിനെ. അന്നമ്മ പോയല്ലോ നമുക്ക്. എടാ നിങ്ങൾ വണ്ടറിലെ പോണതൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞത് കേൾക്കണം. എടാ ഞാൻ പറയുന്ന ടൈമിൽ നിങ്ങൾ തിരിച്ചു വരണം. ഓക്കെ, വിളിക്കുമ്പത്തിന് പിന്നെ നിങ്ങൾ അവിടെ കറങ്ങി കളിച്ച് കേട്ടില്ല പിടിച്ചില്ല എന്ന് പറയരുത് കഴിഞ്ഞ ദിവസത്തെ മാതിരി. ഒന്നുകൊണ്ടും പേടിക്കണ്ട ഫ്രാങ്ക്ലിനെ, ഞങ്ങൾ എന്തായാലും വരും. ഫ്രാങ്ക്ലിൻ വിളിച്ചാൽ മതി. ഓക്കെ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വൈറ്റ് റാപ്റ്റർ ആയിരുന്നു, നമ്മൾ ബ്ലാക്ക് അടിച്ചു ഗൈസ്. വൈറ്റ് ഫുള്ള് പൊടിയും ചെളിയൊക്കെ ആവുന്നു. പെട്ടെന്ന് കയറി എന്നാ പെട്ടെന്ന് വണ്ടി കയറി എന്റെ പൊന്ന് ഷിൻചാനെ. നമ്പർ പ്ലേറ്റ് ഒക്കെ മാറി കിടക്കുന്നത്. നമ്പർ പ്ലേറ്റ് അത് ഞാൻ പറഞ്ഞുതരാം, നീ വണ്ടി കയറി വഴിയെ പറഞ്ഞുതരാം. സംഭവം ഉണ്ട് ഗൈസ്. നിങ്ങൾ എല്ലാരും നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. അനി MH ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ്, അതായത് ഒരു അടിപൊളി കണ്ടന്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇടുന്നു, നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ആള് പറഞ്ഞിരുന്നു നമ്മളെ ഷിൻചാനും മിഞ്ചാനൊക്കെ ആയിട്ട് ഒരു ഹൈ ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞിരുന്നു. അതുമാതിരി തന്നെ മറ്റു വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ പാർട്ട് 2 പാർട്ട് 3 വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് അതായിരുന്നു. അതുമാതിരി നിങ്ങളുടെ പേര് നമ്പർ പ്ലേറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല അടിപൊളി കണ്ടന്റ് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കമന്റ് പിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിക്ക് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടന്റ് സജസ്റ്റ് ചെയ്തേക്ക്. ഓക്കെ, എടാ റൈഡ് സൈഡിൽ എന്താ പാർട്ടിയാണോ? എന്താ പാർട്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എന്തായാലും സമയം നേരം വൈകി, നമ്മൾ പെട്ടെന്ന് പോണം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞത് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഗൈസ് ഇവിടെ നിന്ന് തന്നെ നോക്കിയേ ഒരു വലിയൊരു സ്ഥലമാണത്. എടാ ഇപ്പൊ തന്നെ അടിച്ചാണ് നമ്മളെ വണ്ടി. ഒരു വലിയൊരു സ്ഥലമാണ് ഈ സ്ഥലം വണ്ടർലാൻഡ് എന്ന് പറഞ്ഞത് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ് ഒരു വട്ടം ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളെ 25K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു വലിയൊരു അടിപൊളി പാർട്ടി നമ്മൾ ഇവിടെ നടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇപ്പോഴെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പാർട്ടിക്ക് ആയിട്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ആൾക്കാർ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എടാ ഷിൻചാനെ പിഞ്ചാനെ ആൾക്കാരൊന്നും വന്നിട്ടില്ലടാ. കണ്ട് ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളെ ആക്കിത്തരാം. ഞാൻ എന്തായാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബാ പെട്ടെന്ന് വാ. ഞാൻ ഉള്ളിലാകട്ടെ ഗൈസ്. ഉള്ളി എന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും കുറെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ കളിയാ, നമുക്ക് എന്തായാലും ഒരു 25K ആയിട്ട് വേണം എത്രയും പെട്ടെന്ന് ഇവിടെ വലിയൊരു പാർട്ടി നടക്കാം. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. പിഞ്ചാൻ ഷിൻചാൻ എവിടെ? എടാ ഇവന്റെ കളി തമാശ ഇപ്പോഴും വിട്ടിട്ടില്ല അവൻ. എടാ അപ്പൊ നിങ്ങൾ എന്തായാലും കറങ്ങി അടിച്ചിട്ട് വാ. ഞാൻ എന്തായാലും ഉച്ചയായിരിക്കും നിങ്ങളെ വിളിക്കാൻ വരാം. ഓക്കെ എടാ ഷിൻചാനെ പിഞ്ചാനെ നോക്കിക്കൊള്ളണം. ഫുഡൊക്കെ കഴിക്കണം കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ പറയുന്ന നമ്മുടെ ഫ്രണ്ട് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുമാതിരി തന്നെ ഗൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഒരു അടിപൊളി മാൻഷനും കാര്യങ്ങളൊക്കെ ഷിൻചാനും പിഞ്ചാനും നമ്മൾ സെറ്റ് ആക്കാൻ പോണത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അതുമാതിരി തന്നെ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കോൺട്രാക്ടറിനൊക്കെ വിളിച്ചിട്ട് നമ്മൾ സംഭവം പണിതായിരുന്നില്ല വാട്ടർ സ്ലൈഡ്. അത് ചെറുതായിരുന്നല്ലോ. ഇപ്രാവശ്യം നമ്മൾ വലിയൊരു വാട്ടർ സ്ലൈഡ് ആയിരിക്കും പണിയാൻ പോണത് അവർക്ക്. അതും അവന്റെ പുതിയ വീട്ടില്. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത് മൈക്കിളുടെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സ്ഥലം, അതായത് ഒരു പ്രോപ്പർട്ടി മൈക്കിൾ
കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മൈക്കിളിനെ പോയി എടുത്തിട്ട് നമുക്ക് ആ സ്ഥലത്തോട്ട് പോകണം. ഏതൊരു മലമേലൊക്കെ വരുന്നത്, പക്ഷെ അതൊരു ലക്ഷറി പ്രോപ്പർട്ടി എന്നാ പറഞ്ഞത്. ഭയങ്കര റിച്ചസ്റ്റ്, അതൊരു ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്നാ പറഞ്ഞത്. അത് മലമേലല്ലോ. ഓക്കെ, ഒരു പ്രൈവറ്റ് വില്ലയാണത്. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മളൊന്ന് സെറ്റ് ആക്കാൻ പോണത്. മൈക്കിൾ അവളെ വീട്ടിലുണ്ടാവോ? മൈക്കിളാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് ആളിച്ചിരി. ഈ ഇടയായിട്ട് ആൾക്ക് ഭയങ്കര കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് കൂടി വരുന്നുണ്ട്. ഭയങ്കര പണക്കാരായി വരുന്നുണ്ട് നമ്മളെ മൈക്കിള്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മൈക്കിളിനെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാ റൈറ്റാ? ലെഫ്റ്റ്. മൈക്കിളിന്റെ വീട് ദോ കാണുന്നതാണ് മൈക്കിളിന്റെ വീട്. മൈക്കിൾ ഫ്രണ്ടിലൊക്കെ ഇറങ്ങി നിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ആ അതെ, മൈക്കിൾ അവിടെ നിക്കുന്നുണ്ട് കേട്ടാ. ഹലോ മൈക്കിൾ ഭായ്. ഫ്രാങ്ക്ലിൻ, എന്നാ ഉണ്ട്? മൈക്കിള് വണ്ടി കയറി. എടാ നിന്നെ കണ്ടിട്ട് കൊറേ നാളായില്ല. സത്യം മൈക്കിള്, നിന്നെ കണ്ട് എത്ര നാളായി. നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എടാ എന്ത് ചെയ്യാൻ, ഡേവയുടെ ഇടയിൽ ഓരോരോ ബിസിനസ് കാര്യങ്ങളല്ലേ. എടാ നീ എന്തായാലും വണ്ടി നോക്കി എടുക്ക. ഇത് എന്റെ വണ്ടിയല്ലേ? ആ നിന്റെ വണ്ടിയാണിത്. ഞാനിത് നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് എടുത്തതല്ലേ വണ്ടി തൽക്കാലത്തിന്. സൂക്ഷിച്ച് ഓടിക്കട്ടോ നീ. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. പിന്നെ അതേമാതിരി തന്നെ എടാ ഈ വണ്ടി എന്റെ പേരിലാക്കി തരും. ഈ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട. എടാ ഈ വണ്ടി നിന്റെ പേരിലാക്കി തരണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇത് എത്ര രൂപ വരുവാടാ ഈ വണ്ടിക്ക്? പൈസ ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്താൽ മതി. ഈ വീഡിയോ കാണാൻ നല്ലൊരു വീഡിയോ ഇപ്പോഴത്തെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വണ്ടി ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു. എന്റെ ആളിയെ എല്ലാരും ഇപ്പോഴത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എടാ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഈ മാൻഷന്റെ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മാൻഷൻ, ഈ പറഞ്ഞൊരു ഹൈപ്പുള്ള ഒരു മാൻഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ എന്താ പുതിയ മാൻഷൻ? അതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളായിരുന്നു കോൺട്രാക്ട്. നമ്മളായിരുന്നു ആ വീടും കാര്യങ്ങളൊക്കെ പടുത്തത്. അത് ലൊക്കേഷൻ ഞാൻ ഇവിടെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട്, അത് നോക്കി ഓടിച്ചാൽ മതി. എടാ ഇതിപ്പോ ഒരു ഫോറസ്റ്റ് ഏരിയ ഇല്ല. എടാ ഇതൊക്കെയല്ലേ ഇപ്പത്തെ വൈബ്, ഒരു നാച്ചുറൽ, അതായത് ഇച്ചിരി ആസ്തെറ്റിക് വൈബാണത്. ഈ വൈബിനെ പറ്റി അറിയത്തില്ലേ? അതൊക്കെ എനിക്കറിയാം മൈക്കിളെ, ചുമ്മാ. എടാ ഇവിടുന്ന് ലെഫ്റ്റ് ഇടാ, ഈ കാണുന്നത്. എന്റെ അളിയടാ റോഡ് സൈഡിക്ക് റോഡ്. എന്റെ ഫ്രാങ്ക്ലിനെ ഇതൊന്നും നല്ല കാണാനുള്ളത്. നീ അങ്ങോട്ട് വണ്ടി എടു. നീ നമ്മുടെ ചെക്കനായാണ് ഞാൻ കാണിച്ചത്. എന്റെ അളിയ ഓട്ടോമാറ്റിക് ഡോർ. എടാ സെക്യൂരിറ്റിക്ക് ഒരു സ്ഥലം. എന്റെ മോനെ, ഗേറ്റ് അടയോട്ടെ. അതൊക്കെ അടയും. എന്റെ അളിയ വിഷയം. എടാ ഇത് ഏത് കാട്ടിക്കാണ് നമ്മള് പോണത്? എടാ ഫ്രാങ്ക്ലിനെ, നീ എന്താണ് നമ്മളെ പറ്റി വിചാരിച്ചത്? നീ ഒരു കാര്യം നമ്മൾ സെറ്റ് ആക്കി തരത്തില്ലേ? എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയി. എന്റെ മോനെ. എടാ നീ നോക്കിപ്പോ, ചെടിയാണത്. അപ്പുറത്തോട് വീണാൽ വണ്ടി അടക്കം ജീവൻ വരെ പോകും. ഓക്കെ ഞാൻ നോക്കി ഓടിക്കുന്നുണ്ട്. എന്റെ മോനെ, എങ്ങനെയുണ്ട്? എടാ വിഷയം. വണ്ടി നീ ഇവിടെ പാർക്ക് ചെയ്യാൻ എന്തായാലും. ഇറങ്ങി നീ ഇറങ്ങി. എടാ പിന്നെ വേറൊരു കാര്യമുണ്ട്. നീ പറ. എടാ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വണ്ടികളൊക്കെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവിടും. കാരണം ഇവിടെ കുറെ സ്ഥലമൊക്കെ ഉണ്ട്. നിനക്കത് പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം മൈക്കിളെ? ഈ വന്ന് ഇങ്ങോട്ട് സ്ഥലം ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അളിയോ, എടാ ഇവൻ വന്നില്ലടാ. അപ്പൊ ഞാൻ എന്തായാലും സ്ഥലമൊക്കെ ഒന്ന് നോക്കട്ടെ. എന്റെ മോനെ, എടാ ഇവിടെ എന്തൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. ഹലോ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ മൈക്കിളുടെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ഇവന്മാരൊക്കെ ഒന്ന് പിടിച്ച് പുറത്താക്കണം. മറ്റേ മീനൊക്കെ ഇടാൻ പറ്റിയൊരു സ്ഥലല്ലേ ഇത്? എന്റെ അളിയ, നമുക്ക് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടാലോ ഇവിടെ പൊളിക്കത്തില്ലേ? മൈക്കിൾ എവിടെ പോയി? മൈക്കിളിലേക്ക് വന്നെ റൂമിലോട്ട് പോയിന്നുകൊണ്ടിട്ടാ. എന്റെ അളിയ, ഒരു ജെറ്റ് പ്ലെയിൻ ഒക്കെ ലാൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലല്ലേ ഇത്? എന്റെ മോനെ, ഇത് ഇങ്ങനത്തെ ഒരു, അതായത് ജെറ്റ്, ഹെലികോപ്റ്റർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലെയിൻ ഒന്നും വെക്കാൻ പറ്റിയൊരു മാൻഷനോ സ്ഥലമൊന്നും നമ്മുടെ സിറ്റിയിലില്ല. ഇവിടെ ഒരു വലിയൊരു ഹെലിപാഡ് ഉണ്ട്. 2 ഹെലിക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയൊരു ഹെലിപാഡ് ഉണ്ട്. അതുമാതിരി തന്നെ ഇതിന്റെ മേലോട്ടൊക്കെ പോട്ടോട്ടാ. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് വീടല്ലേ. അതുമാതിരി തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ പ്ലേസ് ഉണ്ട്. അതുമാതിരി ഇവിടെ വലിയൊരു പൂളുണ്ട്. വലിയൊരു പൂള്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. മീനുകൾക്കൊക്കെ പോകാൻ പറ്റിയതല്ലേ. ഇവരെന്തായാലും നമുക്കൊന്ന് പുറത്താക്കണം. ഇവിടെ എന്താ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് വണ്ടിക്ക്, അത് ഗാരേജ് ആണിത്. അത് ഗ്ലാസ് വെച്ചുള്ള ഗാരേജ്. ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ, മരങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് രസമല്ലേ കാണാൻ. അതെന്തായാലും പൊളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഗൈസ് നമുക്ക് എന്തായാലും ഇനി വീടിന്റെ മേലെ കയറാം. എടാ വീടിന്റെ മേലേക്ക് നമ്മൾ എങ്ങനെ കേറും? വഴി ഉണ്ടാ കേറാനായിട്ട്? വഴി. എന്റെ അളിയ, വഴി കുറെ തപ്പിട്ടാണ് കണ്ടത്.
ഇവിടെ സ്റ്റെയർ കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഇതായിരുന്നടാ വഴി. ഒട്ടും മനസ്സിലാവത്തില്ല ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന്. ഓക്കേ ഗായ്സ്, സംഭവം എന്തായാലും പൊളിച്ച്. ഇവിടെ എന്തുവാണ്? ഓ ഇവിടെ ഒരു ഇവിടെ മറ്റേ ഹോട്ട് പാത്ത് ഒക്കെ ഉണ്ട്. മറ്റേ ഇതില്ലേ ഹോട്ട് ടബ്, അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സാധനം, അതൊക്കെ ഉണ്ട് ഇവിടെ. അതുമാതിരി ഐസിലും പല പല വെള്ളത്തിൽ കുളിക്കുക. എന്റെ അളിയ അയ്യോ മാഗസിൻ നോക്കിയാൽ നമ്മളെ യൂട്യൂബ് കൊണ്ടുപോകും, പ്രശ്നമാണ്. എടാ ഇവിടെയൊക്കെ നമ്മൾ കപ്പിൾസിന്റെ കൈ തിരിക്കാൻ മോനെ വിഷയം. അടിപൊളി സ്ഥലം. ഇവിടെ ഒരു ബൈനോക്കുലർ നമുക്ക് പിന്നെ നോക്കാം. ഇവിടെ ബെഡൊക്കെ ഉണ്ട്, പിന്നെ ഓടുന്ന ത്രെഡ്മില്ല് ഉണ്ട്. നമുക്ക് സൺബാത്ത് ചെയ്യട്ടെ ഈ ബെഡിൽ കിടന്നിട്ട്. അതെന്തായാലും പൊളിച്ചു. ഓ വലിയൊരു ക്ലോക്ക് നോക്കിയേ. ഇനി ബാക്കി റൂമുകളൊക്കെ എവിടെ? ഇതെന്താണ്? എന്റെ ആളിയാ, എടാ ഇത് മൈക്കിൾ. എനിക്ക് തോന്നുന്നേ വണ്ടി മാത്രല്ല, മൈക്കിളിന്റെ ഇല്ലീഗൽസ് ഒക്കെ ഇവിടെ വെക്കണമെന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് അടിച്ചു മാറ്റണം. മൈക്കിൾ വരണങ്ങാട്ടി മുമ്പ് ചോദിച്ചാൽ പറയാ അറിയത്തില്ല എന്ന് പറയാം. നമുക്കറിയാൻ പാടില്ല മൈക്കിൾ എന്ന് പറയാം. നമുക്ക് ഇവിടെ പൈസ ഉടക്കാൻ വെച്ചേക്കുന്നത്. എന്റെ ആളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പൈസ ഉടക്കാൻ വെച്ചേക്കുന്നത്. അതുമാതിരി തന്നെ ഇവിടെ കുറെ TV. ഇവിടെ നമ്മുടെ സിറ്റിയുടെ മാപ്പ്, ലോസ് ലാൻഡോസ് സിറ്റിയുടെ മൊത്തം മാപ്പാണ് ഈ കാണുന്നത്. എന്റെ ആളിയാ, ഓ അത് പൊളിച്ച്. എന്റെ മോൻ ഇവിടെ വലിയ യുദ്ധം നടക്കുന്നുണ്ട്. ബാഹുബലി ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ആയിട്ടില്ല, അതിന് മുമ്പേ ട്രീയാ. എടാ ഇവിടെ കുറെ പൈസ. എന്റെ ആളിയാ, മെയിൻ ആയിട്ട് ഇവിടെ ഇല്ലീഗൽസ് ഒക്കെ നടക്കുന്നത് ഈ മൈക്കിൾ ഈ വീട്ടിൽ വന്നിട്ട് തോന്നുന്നുണ്ടാ. എന്തോ സമ്മാനം ഉണ്ടല്ല. എന്റെ ആളിയടാ, മറ്റേ ബോംബ് ഇടുന്ന ഗ്രാനേഡ്, മിഷേഗണ്, പിന്നെ അതിനെന്തോ പെട്ടിയുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ മറ്റേ ഒരു വീട്ടിൽ നമ്മൾ കണ്ടതാണെന്ന് അറിയത്തില്ല. ഈ സാധനം കണ്ട നമ്മൾ അവിടെ നിന്ന് അടിച്ച് മാറ്റിട്ട് മൈക്കിളിന് കൊടുത്തതാണ്. മൈക്കിൾ നമുക്ക് പൈസ ഒക്കെ തന്നായിരുന്നു. അപ്പൊ ആ സ്ഥാനം അവൻ ഇങ്ങോട്ടാ കൊണ്ടത് വന്നേക്കന്നട്ടാ. ഓക്കെ 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 ഓക്കെ, ഇപ്പോഴാണ് മനസ്സിലായത് മേലോട്ട് എന്തോണ്ടാ. ഓക്കെ ഇതാണ് ബെഡ്റൂം. ഞാൻ ആലോചിച്ച് ഈ വീട്ടിൽ ബെഡ്റൂം കാര്യങ്ങളൊന്നും ഇല്ലേന്ന്. ഓക്കെ ഷിൻചാനും പിഞ്ചാനും ഒരു ബെഡ്റൂം മതി, അല്ല ഒരു ബെഡ്റൂം മതി. അപ്പൊ അതും TV ഒക്കെ ഉണ്ട് കേട്ടോ. TV ഡ്രസ്സൊക്കെ നോക്കി ഒരു ലോഡ് ഉണ്ട്, എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ്. പിന്നെ ഒരു സോഫ ഉണ്ട്. പക്ഷെ എന്തായാലും പൊളിച്ച്. പക്ഷെ എന്തായാലും നമുക്ക് മറ്റാളെ വിളിക്കാം. മറ്റാളെ വിളിച്ചിട്ട് നമുക്ക് ഈ ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാം. അതായത് ഇവിടെ നമുക്ക് ആ ഭാഗത്തായിട്ട് സ്ലൈഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി പറയണം. ഓക്കെ ഞാൻ എന്തായാലും വിളിക്കട്ടെ. ഹലോ സാർ. ഹലോ ഫ്രാങ്ക്ലിൻ, സുഖാണോ നിനക്ക്? ഓ പിന്നെ അല്ലാണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വാട്ടറാപ്പും കാര്യങ്ങളൊക്കെ? അത് ഞാൻ എന്ത് അഴിച്ചു വെച്ചേക്കാണ്. എന്ത് പറ്റി? ഓ അത് ഭയങ്കര ചെറുതായി പോയി സാറേ. നമുക്ക് എന്തായാലും ഞാൻ പുതിയൊരു ലൊക്കേഷൻ അയച്ചിട്ട് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ആണ്, വലിയ സാധനം നിങ്ങൾ ഫിറ്റ് ചെയ്യണം. ഓക്കെ നിങ്ങൾ താഴത്തോട്ടായിട്ട്, അതായത് ഇവിടെ നിന്ന് ഒഴുകി നേരെ നിലത്തോട്ട് ഒരു ഹൈവേ ഒക്കെ ഒരു റണ്ണൊക്കെ മതിയുണ്ട്. അപ്പൊ അടിയിലോട്ട് ആക്കിയിട്ട് നിങ്ങൾ സെറ്റ് ആക്കണം. അതൊക്കെ നമ്മളെ പിന്നെ ഒരു ഫോട്ടോ അയച്ചിട്ടാ മതി. ഓക്കെ 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 ഓക്കെ. സമയം എത്ര പിടിക്കും? ഫ്രാങ്ക്ലിൻ, നമ്മൾ പറഞ്ഞ മതി 4 അവർ. നമ്മൾ എപ്പോഴും പറയണ്ടത് 4 മണിക്കൂർ സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഷിൻചാനും പിഞ്ചാനും നമ്മൾ സർപ്രൈസ് കൊടുക്കാം. അതൊരു വീടും പിന്നെ അതുമാതിരി തന്നെ ഈ പറയുന്ന വാട്ടർ സ്ലൈഡിങ്ങും, അതും അവർക്ക് സ്വന്തമായിട്ട് രണ്ടുപേർക്കും. അപ്പൊ ഞാൻ എന്തായാലും അവര് വണ്ടർലാൻഡിലാക്കിയേക്കാണ്. അപ്പൊ ഞാൻ എന്തായാലും അവരെ വിളിച്ചിട്ട് വരാം. അപ്പത്തിന് നിങ്ങൾ റെഡി ആക്കത്തില്ലേ? അതൊക്കെ നമ്മളെ ഏറ്റിട്ട് ഫ്രാങ്ക്ലിനെ എന്തായാലും പോയിട്ട് വാ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് അവരെ പോയിട്ട് എടുത്തിട്ട് വരാവേ. ഇവരപ്പത്തിന് റെഡി ആക്കാന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. എടാ ഈ മൈക്കിൾ എവിടെ പോയടാ? മൈക്കിൾ എങ്ങോട്ടോ ഓടിപ്പോയിട്ടാ. എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും വിളിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് എന്തായാലും അവരെ പോയിട്ട് എടുക്കാം. ഓ സമയം ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 4 മണി ആയിട്ടുണ്ട്. എന്തായാലും അവര് എന്തായാലും പെട്ടെന്ന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പോട്ടെ. നമുക്ക് എന്തായാലും അവർക്ക് ഒരു വലിയൊരു സർപ്രൈസ് ആയിരിക്കണം എന്ന് കൊറേ പേര് പറഞ്ഞായിരുന്നു. ഷിൻചാനെയും മിഞ്ചാനെയും ഹാപ്പി ആക്കണം എന്നാണ് നമ്മളടുത്ത് കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എന്തായാലും ഷിൻചാനെ മിഞ്ചാനെ എപ്പോഴും ഹാപ്പി ആക്കിയിരിക്കും. ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വരുന്ന വഴിയാട്ടാ. അതായത് നമ്മള് വീട്ടിലോട്ട് കിടക്കുന്ന ഇതില്ലേ, ഇത് നൈസായില്ലേ, ഒരു മാൻഷനിൽ ഇതുമാതിരി ഉണ്ടാകത്തില്ല. അതും റോഡ് സൈഡ് ആയിട്ട്. ഒയ്യോ ഗവൺമെന്റ് കാണേണ്ടത്, പഞ്ചായത്ത് കണ്ടാൽ ഇത് പൊളിപ്പിക്കുന്നുണ്ട് നമ്മളെ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അവരിനി എവിടെ പോയി തപ്പുവോ. ഈ സമയത്ത് അവര് അവിടെ ഫ്രണ്ടി വന്ന് നിക്കാണെന്ന് നമ്മളടുത്ത് പറഞ്ഞത്. അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ അവന്മാരുണ്ടല്ല, ഇനി ജന്മത്തിൽ ഞാൻ ഇങ്ങോട്ട് വിടത്തില്ല. അവന്മാര് എടാ അവരുടെ ഫ്രണ്ടി നിക്കുന്നുണ്ട്. എടാ നമ്മുടെ ഷിൻചാനും മിഞ്ചാനും നല്ല അനുസരണം ഉള്ളതാട്ടാ. എടാ ഷിൻചാനെ പിഞ്ചാനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഫ്രാങ്ക്ലിന് അടിപൊളി വിഷയം. ഫ്രാങ്ക്ലിനെ കുറെ പെമ്പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രാങ്ക്ലിനെ നമുക്ക് പോയാ മതിയായിരുന്നു. എടാ വണ്ടി കയറ്. ഇപ്രാവശ്യം ഞാൻ വണ്ടി കയറും. ആരെങ്കിലും ഫ്രണ്ടി കയറ്. ഫ്രാങ്ക്ലിൻ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ്? എടാ പരിപാടിയൊക്കെ ഉണ്ട്. ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർപ്രൈസ്? എന്ത് സർപ്രൈസ്? എടാ അതൊക്കെ ഉണ്ട്. എടാ മുൻകൂട്ടി പറഞ്ഞത് അത് സർപ്രൈസ് ആവോടാ. എടാ സംഭവം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ട്. ഫ്രാങ്ക്ലിനെ അതാ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. നമ്മളിപ്പോ എന്തായാലും അങ്ങോട്ടാണ് പോവാൻ പോണത്. ഒരു വലിയൊരു സർപ്രൈസ് ആണത്. എടാ അതൊക്കെ ഉണ്ട്. കാട്ടിലാണ് നിങ്ങളുടെ സർപ്രൈസ്. എടാ
ഇത് നമ്മള് വന്ന കറക്റ്റ് വഴി തന്നെയാടാ. ഇത് ഏത് സ്ഥലം? ആ ഇനി മുതല് ചിഞ്ചാന്റെയും പിഞ്ചാന്റെയും നിങ്ങടെ വീട് ഇതാണ്. നമ്മുടെ വീടോ? അത് ഈ കാട്ടിനുള്ളിലാ ഫ്രാങ്ക്ലിനെ? ആ അതൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ട ഈ വീട്. എടാ നിങ്ങള് ആദ്യം ഇവിടെ കണ്ടോക്ക, എന്നിട്ട് നിങ്ങള് പറയാ എന്താണെന്ന്, വേണോ വേണ്ടേന്ന്. ഞാൻ നോക്കട്ടെ ആദ്യം. എടാ നീരാളി നല്ല ചെടിയാണത്. എടാ നീരാളി മാതിരി ഉണ്ടല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ മക്കളെ വാ വാ വാ, വണ്ടി ഇറങ്ങി. നിങ്ങൾക്ക് ഇതും നല്ല സർപ്രൈസ്. നിങ്ങൾ വാ 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 വാ. ഓക്കെ മാച്ച് നിങ്ങൾ എന്തായാലും പിന്നെ കണ്ടാ മതി. ഇപ്പൊ എന്റെ കൂടെ വാ. ആ ബാ ബാ. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. എടാ അത് മൈൻഡ് ആക്കേണ്ടത്, അതൊക്കെ നമ്മുടെ മൈക്കിളുടെ ഫ്രണ്ട്സ് ആണ്. എടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കണതേ അവിടെ ഒരു സംഭവം കണ്ട, വാട്ടർ സ്ലൈഡർ. അതാണ്. എടാ അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ സർപ്രൈസ് ഇതാണ്. എന്റെ ഫ്രാങ്ക്ലിന് ഇത് എന്തൊരു വലുതാണ്. ആ അതാണ്. മറ്റേ നമ്മൾ ചെറുതായിരുന്നില്ലേ, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങോട്ട് വിളിക്കാം. എങ്ങനെയുണ്ട് സംഭവം? ഈ മാൻഷൻ മൊത്തം ഞങ്ങൾ രണ്ടുപേരെയാണ്. പിന്നല്ലാണ്ട്. എടാ ഇതൊന്നല്ല, നാളെ നമ്മള് കൊറേ സംഭവങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ജെറ്റ്, ഹെലികോപ്റ്റർ, പ്ലെയിൻ ഒക്കെ നമ്മള് കാർസ് ഒക്കെ നമ്മള് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതിന് മാത്രം എവിടുന്ന് പൈസ? അതൊക്കെ നമ്മള് സെറ്റാക്കിയില്ലേ. നീ എന്ത് വിചാരിച്ച്? ഞാൻ തന്നെ ഫസ്റ്റ് ചാടിയാക്കോട്ടെ. സൂക്ഷിച്ചാടെ. ഓക്കെ സംഭവം പെടസാനമാണ്. നമ്മള് വീഴോന്നൊരു പേടിയുണ്ട്. ഇത് വീഴത്തില്ല, എന്തായാലും വലിയ സംഭവല്ലേ. പക്ഷെ എവിടേക്കാ പോടേന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എന്റെ അളിയ എടാ പുറത്തോട്ട് വരാൻ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ 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 ഓക്കെ. ഇവിടുന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ഇവിടുന്ന് ഒരു ബ്രിഡ്ജ്, അതായത് സ്റ്റെയർ കേസ് അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയണം അവരുടെ അടുത്ത്. പക്ഷെ ഇത്രയും വലിയ റാമ്പോ. ഇനിയിപ്പൊ അവന്മാരുടെ അടുത്ത് ചാടാൻ പറയട്ടെടാ. എടാ ചാടിക്കോ ചാടിക്കോ, ഞാൻ ഇവിടെ എത്തി. ഞാൻ ചാടാവേ, ഞാൻ ഇതില് ചാടാം. നമുക്ക് ഇത് തന്നെ മതി. ഇതാണ് രസം. കുറച്ചുകൂടെ വളർന്നു മറ്റേത് എന്തോന്ന് നേരെ പോണതാണ്. ഇതാണ് സെറ്റ്. എന്റെ മോനെ നമുക്കിതല്ല ഇങ്ങനെ നോക്കി വെക്കാം. ഓ അങ്ങനെ നോക്കുമ്പോ തല ഇറങ്ങും. നമുക്ക് ഇങ്ങനെ തന്നെ നോക്കിയാ മതി. ഓക്കെ അല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്? വിഷയം. ആ അതൊക്കെ അത്ര ഉള്ളു. പിന്നെ അല്ലാണ്ട് ഫ്രാങ്ക്ലിൻ ഇവിടെ നേരെ ബ്രിഡ്ജ് നമുക്ക് സെറ്റ് ആക്കണം അങ്ങോട്ടേക്ക്. ആ അതന്നെ ഞാൻ ആലോചിക്കട്ടെ എങ്ങനെ സെറ്റ് ആക്കണം. ഞാൻ ഇവിടെ എത്തി. നമുക്ക് ഇതിലോട്ട് പോയാലോ? ഇതിലോട്ട് പോയാലോ? ഇതിലോട്ട് പോവാം. നമുക്ക് എപ്പോഴും സിമ്പിൾ സെറ്റ് മതി. നമ്മൾ ഇച്ചിരി സിമ്പിൾ ആണ്. ഓക്കെ. അയ്യോ ഇത് അവിടെ എത്തത്തില്ല. അയ്യോ നമുക്കൊന്നും പറ്റിയില്ല. എനിക്കൊന്നും പറ്റിയില്ല ഫ്രാങ്ക്ലിനെ. എന്നാലും ഒന്നൊന്നര ഇതായി പോയി ഗൈസ് നമ്മുടെ. അയ്യോ ഗൈസ് നാട്ടിലൊരു വിധായി. പിഞ്ചാനെ വല്ല പറ്റിയ ഫ്രാങ്ക്ലിന് ഫ്രാങ്ക്ലിന് നമുക്ക് അവിടെ ഒരു പൂള് സെറ്റാക്കണം. ആ ഓക്കെ ഓക്കെ, അതെന്തായാലും സെറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എടാ ചിഞ്ചാനെ നിനക്ക് ഇഷ്ടപ്പെട്ട? എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടു. ഇനി ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എല്ലാവരും ഇപ്പോഴും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ്, എല്ലാവരും വീഡിയോ ഇപ്പോഴും തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പൊ അടുത്ത കണ്ടന്റ് നിങ്ങൾ എന്താ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് കൊടുക്കും. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ഗൈസ്.